രോഗത്തിന് ശാശ്വത പരിഹാരം. പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ 4 അസ്ഥിരോഗ വിദഗ്ധർ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ. ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ 9496948422. ചെപ്പാറ ടൂറിസം കേന്ദ്രത്തിന് സമീപം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് സംരംഭത്തിന് വേണ്ടി അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കി സംരക്ഷിത വനഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് തെക്കുംകര മണ്ഡലം യൂത്ത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. വനം വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ചെപ്പാറ ടൂറിസം കേന്ദ്രത്തിന് സമീപം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വിനിയോഗിച്ച് നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്ക് സംരംഭത്തിന് വേണ്ടി അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടം കരുതൽ വനഭൂമിയിലായതിനാൽ തന്നെ എത്രയും പെട്ടെന്ന് കെട്ടിടം പൊളിച്ചു നീക്കി സംരക്ഷിത വനഭൂമി പൂർവ്വസ്ഥിതിയിലാക്കണമെന്ന് യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം പ്രസിഡന്റ് അനീഷ് കണ്ടമാട്ടിൽ ആവശ്യപ്പെട്ടു. ഈ ടേക്ക് എ ബ്രേക്ക് പദ്ധതി പ്രകാരം നിർമ്മിക്കുന്ന കെട്ടിടം നിൽക്കുന്ന സ്ഥലം തെക്കുംകര വില്ലേജ് സർവേ പ്രകാരം സംരക്ഷിത വനഭൂമിയായിട്ടാണ് വില്ലേജ് ഓഫീസർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഉന്നത അധികാരികൾക്ക് കൊടുത്ത പരാതിയിന്മേൽ തുടർ നടപടി എന്നോളം വടക്കാഞ്ചേരി റേഞ്ച് ഓഫീസർ ഈ പണി നിർത്തിവെക്കുന്നതിനും ഉന്നതാധികാരികളെടുത്ത് ഇതിൻ്റെ റിപ്പോർട്ടും തേടിയിട്ടുണ്ട്. അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രവർത്തനം നിർത്തിവെക്കുക മാത്രമല്ല, ആ നിൽക്കുന്ന സ്ഥലം സംരക്ഷിത വനഭൂമിയായി തന്നെ നിലനിർത്തണമെന്നും അവിടെ പണിതിരിക്കുന്ന കെട്ടിടം പൊളിച്ചു നീക്കണമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റിക്ക് വേണ്ടിയിട്ട് ആവശ്യപ്പെടുകയാണ്. ഇതിനെ ബന്ധപ്പെട്ട് കുറ്റക്കാരായ വ്യക്തികൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നതിന് വേണ്ടി ഇതിനേതറ്റം വരെ പോകേണ്ടി വരുമോ യൂത്ത് കോൺഗ്രസ് തെക്കുംകര മണ്ഡലം കമ്മിറ്റി അതിന് പോകും. അതേസമയം നിർമ്മാണം നടക്കുന്നത് പഞ്ചായത്ത് പുറമ്പോക്കിലാണെങ്കിൽ പുറമ്പോക്ക് ഭൂമിയാണെന്ന് തെളിയിക്കുന്നതിനാവശ്യമായ രേഖകൾ പുറത്തുവിടുവാൻ പഞ്ചായത്ത് അധികൃതർ തയ്യാറാവണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വനം വകുപ്പിന് നൽകിയ പരാതി അന്വേഷിക്കാനെത്തിയ മച്ചാട് റേഞ്ചിന്റെ ചാർജ് കൂടിയുള്ള വടക്കാഞ്ചേരി റേഞ്ചർ ഓഫീസർ സ്ഥലത്തിന്റെ ഉടമസ്ഥാവകാശ തർക്കത്തിൽ തീരുമാനമാകുന്നതുവരെ നിർമ്മാണം നിർത്തിവെക്കുവാൻ പ്രാദേശിക ഭരണകൂടത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഈ നടപടിയിൽ LDF പ്രതിഷേധം രേഖപ്പെടുത്തിയതായി വാർത്തകൾ വന്നിരുന്നു. വനഭൂമി കയ്യേറി അനധികൃത നിർമ്മാണം നടത്തുവാൻ ഒത്താശ ചെയ്യലാണോ LDFന്റെ നയമെന്ന കാര്യം LDF നേതാക്കൾ വ്യക്തമാക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. തെക്കുംകര ഗ്രാമപഞ്ചായത്തിന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയുടെ മൗനാനുവാദത്തോടുകൂടിയും ആണ് ഇത്തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഏകദേശം 5 കോടി രൂപയോളമാണ് ടേക്ക് എ ബ്രേക്ക് പദ്ധതിക്ക് വേണ്ടി അവിടെ ഒരു കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് വകയിരുത്തിയിട്ടുള്ളത്. ഈ 5 കോടി രൂപ എന്ന് പറയുന്നത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള CPMന്റെ നേതാക്കന്മാർക്ക് കൊള്ള നടത്താനും അഴിമതി നടത്തുവാനും വേണ്ടിയിട്ടുള്ള ഫണ്ടായിട്ടാണ് അതിനെ മാറ്റിയിട്ടുള്ളത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള അഴിമതിയും അതുപോലെ തന്നെ അധികാര ദുർവിനിയോഗമാണ് ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിയും അതിനോട് ചേർന്ന് തന്നെ തെക്കുംകരയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണസമിതിയും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊരു കേവലം ഒരു രാഷ്ട്രീയ വിഷയം എന്നതിനപ്പുറത്ത് ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളുടെ നികുതി പണത്തിൽ നിന്നും കൊള്ളയടിച്ചുകൊണ്ട് CPM നേതാക്കൾക്ക് അഴിമതി നടത്തുവാനുള്ള ഇത്തരം പ്രവർത്തനങ്ങളെ അതേത് അറ്റം വരെ പോയിട്ടാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ചെറുക്കുക തന്നെ ചെയ്യും. ഇതിപ്പോൾ പ്രത്യക്ഷമായ സമരങ്ങൾ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള രാഷ്ട്രീയപരമായിട്ടും നിയമപരമായും ഇതിനെ നേരിടാൻ തന്നെയാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. അതിനോട് തുടർന്ന് വിജിലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് പരാതി കൊടുക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുകയാണ്. ടേക്ക് എ ബ്രേക്ക് പദ്ധതിയുടെ സമീപത്ത് സ്വകാര്യ വ്യക്തിയുടെ കൈവശ ഭൂമി പിടിച്ചെടുത്ത് കളിസ്ഥലമാക്കുവാൻ LDF നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് അധികൃതർ രംഗത്തെത്തിയിരുന്നു. ഈ സ്ഥലം കരുതൽ വനഭൂമിയാണെന്നായിരുന്നു LDF നേതൃത്വത്തിന്റെ വിശദീകരണം. ഭരിക്കുന്ന ഇടതുപക്ഷം നേതൃത്വം നൽകുന്ന ഇടങ്ങളിലെ അനധികൃത നിർമ്മാണം പുറമ്പോക്കിലും പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമി ഗുണ്ടാ വിളയാട്ടത്തോടെ കളിസ്ഥലമാക്കുമ്പോൾ വനഭൂമി എന്നത് LDFന്റെ ഇരട്ടത്താപ്പാണ് പുറത്തു കാട്ടുന്നത് എന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രീയ ഭരണ സ്വാധീനം ഉപയോഗിച്ച് പരിസ്ഥിതി ലോല പ്രദേശം കൂടിയായ പദ്ധതി പ്രദേശത്തു നിന്നും അനധികൃതമായി വലിയ തോതിൽ പാറ പൊട്ടിച്ച് കടത്തിയിട്ടുണ്ട്. ഇത് മറയ്ക്കുന്നതിന് വേണ്ടി പാറ പൊട്ടിച്ച ഇടങ്ങളിൽ മണ്ണിട്ട് നികത്തുകയും ചെയ്തിരുന്നു. വനഭൂമിയിൽ ഇത്തരം മാഫിയ പ്രവർത്തനങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നവരെയും നേതൃത്വം നൽകിയവരെയും കണ്ടെത്തി നിയമ നടപടികൾക്ക് വിധേയരാക്കണമെന്നും യൂത്ത് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു. വനഭൂമി കയ്യേറി നിയമലംഘനം നടത്തിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും വനഭൂമിയിലെ കെട്ടിടം പൊളിച്ചു നീക്കി വനഭൂമി
പൂർവ്വസ്ഥിതിയിലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മച്ചാട് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, ജില്ലാ കളക്ടർ, വിജിലൻസ് തൃശൂർ മേധാവി, വിജിലൻസ് സംസ്ഥാന മേധാവി, തെക്കങ്കര പഞ്ചായത്ത് സെക്രട്ടറി, ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എന്നിവർക്ക് പരാതി നൽകിയിട്ടുണ്ട്. പരാതി പരിഗണിച്ച് അധികൃതർ നിയമപരമായ നടപടികൾ സ്വീകരിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികൾക്ക് നേതൃത്വം നൽകുമെന്നും യൂത്ത് കോൺഗ്രസ് തെക്കങ്കര മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി വിഷ്ണു ചന്ദ്രൻ, ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എച്ച് മുഹമ്മദ് ഷഫീഖ്, അഡ്വക്കേറ്റ് അഖിൽ സാമുവൽ, AH അഹ്സാൻ ഷെയ്ഖ് തുടങ്ങിയവർ പറഞ്ഞു. വനഭൂമി കയ്യേറുകയും അതിൽ കെട്ടിടങ്ങൾ പണിയുകയും അവരുടേതായ താവളങ്ങൾ പണിയുന്നത് ജില്ലയുടെ പല ഭാഗത്തും നടക്കുന്നുണ്ട്. അതിന് ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇന്ന് ഇവിടെ മണ്ഡലം പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചത്. ഇത്തരം പ്രവർത്തനങ്ങളുമായി പോകുന്നവരെ വഴിയിൽ തടയാനും അതിനെതിരെയുള്ള സമരങ്ങൾക്കും യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ കമ്മിറ്റിയും മണ്ഡലം കമ്മിറ്റിക്ക് പരിപൂർണ പിന്തുണയായി ഉണ്ട് എന്നറിയിക്കാൻ ഈ അവസരം വിനിയോഗപ്പെടുത്തുകയാണ്. BCB ന്യൂസ്, വടക്കാഞ്ചേരി.